ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവരും കൂടെ കുടിക്കോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ആൾക്കാർ വരച്ചെടുക്കുകയാണ്. ഒരു പൂച്ചക്കുട്ടിനെയും മുയൽക്കുട്ടിനെയാണ് ആദ്യം വരച്ചത്. പക്ഷേ അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ ആ പേൻ കൊണ്ട് വരയ്ക്കുന്ന എന്നിട്ട് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടിട്ടാണ് ആ പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ട് ബാക്കി വരയ്ക്കുന്ന പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരെയും വരച്ചെടുക്കുക. ഞാൻ പേൻ കൊണ്ട് ഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ പേന കൊണ്ട് ഹൈലൈറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് കളർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു CD മാർക്കർ ഉപയോഗിച്ചിട്ട് എല്ലാറ്റിൻ്റെ ഔട്ട്ലൈനൊക്കെ നന്നായിട്ട് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം നമ്മളിതിനെ വൃത്തിയായിട്ട് വെട്ടിയെടുക്കണം. വെട്ടിയെടുക്കുമ്പോൾ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ട് വേണം വെട്ടിയെടുക്കാനായിട്ട്. ബ്ലാക്കിൽ കൂടെ ചേർത്തൊരിക്കലും വെട്ടിയെടുക്കാൻ വേണ്ടി പാടില്ല. നല്ല ഭംഗി തോന്നിക്കണമെങ്കിൽ അതിന് പുറത്തുകൂടി, ബ്ലാക്കിന് പുറത്തുകൂടെ കുറച്ച് വൈറ്റ് പോർഷൻ വിട്ടിട്ടാണ് വെട്ടിയെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇതിനെല്ലാറ്റിനെയും ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പ്രൊസീജിയർ. ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് ഒരു വലിയ സെലോ ടാപ്പാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഭംഗിയായിട്ട് വെട്ടിയെടുക്കുന്ന ഓരോ സ്റ്റിക്കേഴ്സിനെയും ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ പേപ്പർ ഞാൻ മീഷോയിൽ നിന്നൊരു സാധനം വാങ്ങിയപ്പോൾ അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്ന പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിന് വേസ്റ്റൊക്കെ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഞാൻ സ്റ്റിക്കേഴ്സിന് ഓരോന്നിനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വയ്ക്കുക. ഓരോന്നിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് തന്നെ സെലോ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ഓരോരുത്തരെയും വെട്ടിയെടുത്ത് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കണം. നല്ല ഭംഗിയായിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ആമക്കുട്ടനും മുയൽക്കുട്ടനും പൂച്ചക്കുട്ടനെയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒട്ടിച്ചൊന്നു പോയിട്ടേക്കും എല്ലാവർക്കും ഇരിക്കാനുണ്ട് ബട്ടർ പേപ്പർ പ്ലേസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ബട്ടർ പേപ്പർ നമ്മൾ ചൂസ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇത് ഞാൻ കിട്ടിയൊരു വേസ്റ്റ് പേപ്പറിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വലുതിലുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സിനെല്ലാം ഒട്ടിച്ച് വെക്കാനായിട്ട് കഴിയും. അപ്പോൾ ബാക്കിയുള്ള രണ്ടുപേരും ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയ ക്ലേ പോട്ടിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ഒട്ടിച്ച് നോക്കണ്ടേ. അതിനായിട്ട് നമ്മൾ ഓരോരുത്തരെയും ബട്ടർ പേപ്പറിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയെടുത്തിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ. ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ സെലോ ടാപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ സെലോ ടാപ്പിൻ്റെ പോർഷൻ നേരത്തെ വൈറ്റ് പേപ്പർ പോർഷൻ വിട്ടതുപോലെ തന്നെ സെലോ ടാപ്പിനെ കൂടെ കുറച്ച് വിട്ടിട്ട് വേണം വെട്ടിയെടുക്കാനായിട്ട്. ഇനി ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ട് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള തവളച്ചേട്ടനെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അവൻ്റെ അടുത്തേക്ക് ഞാൻ ഈ സ്റ്റിക്കറിനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ബട്ടർ പേപ്പറിൽ നിന്ന് വിട്ട് വരാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല സ്റ്റിക്കറിന്. നല്ല ഈസി ആയിട്ട് തന്നെ ബട്ടർ പേപ്പറിൽ നിന്ന് വിട്ട് വരും. പക്ഷേ നമ്മുടെ ബുക്കിൻ്റെ പേപ്പറിൽ നന്നായിട്ട് തന്നെ അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റിക്കർ മേക്കിംഗ് സക്സസ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ബുക്കൊക്കെ കയ്യിലെടുത്ത് വെച്ചൊന്ന് നന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇത് ഇളകി വല്ല വരുന്നുണ്ടെന്നോ. പക്ഷേ ഒട്ടും പേടിക്കേണ്ട, നന്നായിട്ട് തന്നെ ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ക്യൂട്ടായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.